അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അതുകൊണ്ട് ആ പ്രോഗ്രാം കാണാൻ കണ്ടവിടെ പ്രോഗ്രാം തിരക്കുണ്ട്, ഒരുപാട് തിരക്കുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ വരുന്നവരൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയാമോ, ഇവിടെ ഒരുപാട് പേര് ഈ പൈസയ്ക്ക് വേണ്ടി ചോദിച്ച് വരുന്നുണ്ട്. ഒരുപാട് പേര് കൊച്ചു കുട്ടികളാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും കൂടെ വന്ന് നമ്മളെ ഇവിടെ വളയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്ക് കൊടുത്തോളൂ. തിരക്കൊന്നും ഉണ്ട് അവിടെ. ഞങ്ങളൊരു നാരങ്ങ ഉള്ളത് കുടിച്ച് ചായക്കട നമ്മൾ ചായ കട നോക്കിയാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ചായക്കടയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങളാണ്ട് 1 കിലോമീറ്റർ നടന്നു കേട്ടോ. നടന്നാണെങ്കിൽ വന്നത് ആ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന്. അത് ഈ വെയിലത്ത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങോട്ടൊക്കെ വണ്ടി വിട്ടിരുന്നെങ്കിൽ നമുക്ക് വരാൻ സൗകര്യമായിരിക്കും. പ്രായക്കാർക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പാടാണ്. അല്ലെങ്കിൽ ഇവിടെ ഓട്ടോ പിടിക്കണം. ഓട്ടോ എങ്ങനെയായാലും മിനിമം 100 രൂപയെങ്കിലും വാങ്ങിക്കണം എനിക്ക് തോന്നുന്നു. അമ്പലത്തിനകത്ത് കയറി തിരക്കുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ തൊഴുതിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുള്ളൂ തിരിച്ചങ്ങോട്ട്. ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട്. പക്ഷേ ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് പലതരത്തിലുള്ള ശൂലങ്ങളുണ്ട്. അതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതും വളയും മാലയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. കൊച്ചു കുട്ടികളൊക്കെ നടന്നു പോകുന്നു. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെയൊക്കെ മാലയൊക്കെ വിൽക്കുന്നവരാണ് ഈ കുട്ടികളിൽ നിന്ന് പൈസ പിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നതിൽ തെറ്റ് പറയുന്നതല്ല, പക്ഷെ അവരിങ്ങനെ ഒരാൾ വരും, പിന്നെ അടുത്ത ആൾ വരും, ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. ഞങ്ങൾ ദർശനത്തിന് വേണ്ടിയുള്ള ജനറൽ ക്യൂവിൽ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സൈഡിൽ അവിടെയാണ് ദർശനത്തിന് ഇന്നത്തെ ആൾ കുറവാണ്, തിരക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ പൊയ്ക്കോ. അതായത് നിങ്ങൾക്ക് ഇനി അവിടെ പോകണം. ഇത് ചുറ്റി കറങ്ങി ആ സ്റ്റെപ്പ്, അവരുടെ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇപ്പോൾ ആക്ച്വലി കടലിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഫ്ലൈ ഓവർ പോലെ. ഇവിടെ നട എപ്പോഴും അടയ്ക്കും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ടായിട്ട്. കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഈ മുരുകൻ്റെ നെറ്റിയിൽ ചന്ദനമൊക്കെ വെച്ച് അത് വെക്കുന്നുണ്ട്. 10 രൂപ എന്ന് പറയുന്നത്. അതിനും അവരിങ്ങനെ ബാക്കിലോട്ട് നടക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞു. 4-5 പേരുണ്ട് അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു നെറ്റിയിൽ ഇങ്ങനെ ഒരു ചന്ദനമൊക്കെ ഇട്ട് അവർ വെച്ചില്ല. അതിന് 10 രൂപ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ക്യാമറ അലൗഡും അല്ല. ഈ നമ്മുടെ മൊബൈലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജാമാവുന്നു ആ അമ്പലത്തിൻ്റെ സൈഡിലോട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കുഴപ്പമില്ല, അതൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഒരു ക്യൂവിലായിരുന്നു. തൊഴുത് ഇറങ്ങി അമ്പലം ഇവിടെ ബാക്കിലോട്ട് കാണും. ഞങ്ങൾ ചപ്പൽ ഇവിടെ ഇട്ടിരുന്നു. അപ്പോൾ അതിന് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അമ്പലം ഇവിടെ ബാക്കി കാണുന്നത് അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് ചുറ്റും ഒന്ന് കറങ്ങി വരാം. ഈ അമ്പലത്തിന് ചുറ്റും ഒന്ന് കറങ്ങി വരാം, ആ കടലിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും അതും കൂടെ വന്ന് ഒരുപാട് കച്ചവടമൊക്കെ ഒരുപാട് കച്ചവടങ്ങളെന്ന് കൊണ്ട് മാങ്ങയൊക്കെ വിൽക്കുന്നുണ്ട്. മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെയൊക്കെ പല വെറൈറ്റിയുള്ള മാങ്ങകളുണ്ട് വെച്ചിട്ടുണ്ട്. വെറൈറ്റിയുള്ള മാങ്ങകളുടെ മുളകൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. അതിനകത്ത് ഇങ്ങനെ ചെറിയ അനൗൺസ്മെൻറ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ കച്ചവടക്കാർ അത് കൂടുതലും കോവിലിൻ്റെ സൈഡിലാണ് കേട്ടോ. സൈഡിലോട്ട് കച്ചവടക്കാർ ഇരിക്കരുത് എന്നൊക്കെ നമ്മൾ അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ ഈ കാണുന്നില്ല, ഈ അമ്പലത്തിന് ടോട്ടൽ 9 നിലയുണ്ട് കേട്ടോ. 9 നിലയാണ് ഈ അമ്പലത്തിനുള്ളത്. പിന്നെ ഈ അമ്പലത്തിൽ ഈ ദർശന സമയത്ത് വരാനുള്ള കഴിവ് ഒരു ഉച്ചയ്ക്കൊക്കെ വരുന്നതാണ്. 1 മണി 1:30 മണി ആ ടൈമിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു തിരക്ക് കുറവായിരിക്കും എന്നാണ് ഞങ്ങളിവിടെ സെക്യൂരിറ്റി പറഞ്ഞത്. കാരണം അവിടെ കുറച്ച് തിരക്ക് കുറവായിരിക്കും. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇത്തിരി തിരക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ഈ ഇങ്ങനെ കറങ്ങിയാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്ക് കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കുറവായിരിക്കും. ഞാനിപ്പോഴും നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ആണ്. സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും മീൻസ് ഇവിടെ കടലിൽ കാണുന്നത്. ഈ കടലിൽ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഫ്രണ്ടിൽ കടലാണ്.
കാരണം ഈ കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഇവിടെ വന്നില്ലാണെങ്കിൽ മുടി എടുക്കുന്ന സ്ഥലമുണ്ട്, പിന്നെ ചെവി കാത് കുത്തുന്നത്. അതുകൊണ്ട് ഇത് അന്നദാനമാണ്. അന്നദാനം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നവരാണ് ഇവിടെ ഉള്ളത്. ഈ ബിൽഡിംഗ് മൊത്തം അതാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഇപ്പുറ സൈഡായി, കടലിൻ്റെ ഇപ്പുറ സൈഡായി. കാരണം അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിനകത്തോട്ട് കയറാൻ പറ്റില്ല. കയറാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ അതുപോലെ. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറിയില്ല. പിന്നെ കയറിയാതെ ഒന്ന് കുളിക്കണോണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറാത്തത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇനി ഞങ്ങൾ പുറത്തോട്ട് വേണമെങ്കിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനാണ്. ഈ കാണുന്നതാണ് അന്നദാനത്തിൻ്റെ ക്യൂ ഉണ്ടോ? അന്നദാനത്തിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്.